ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് വിളപ്പിൻശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് 2 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. സമരസമിതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മാലിന്യ പ്ലാന്റ് 6 മാസത്തിനകം അന്തിമമായി അടച്ചുപൂട്ടുമെന്ന് മുഖ്യമന്ത്രി 2011 സെപ്റ്റംബർ 20 പ്രഖ്യാപിച്ചു. അടച്ചുപൂട്ടലിന് മുന്നോടിയായി ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു. എന്നാൽ പ്ലാന്റ് പരിഷ്കരിച്ച് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നതെന്നാണ് ജനകീയ സമിതിയുടെ നിലപാട്. സമിതി പ്രവർത്തകർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രതിനിധികൾ കമ്മിറ്റിയിൽ തുടരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നും സമരത്തെ പരാജയപ്പെടുത്താൻ പഞ്ചായത്ത് നേരത്തെ തന്നെ ശ്രമം നടത്തിയതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഞങ്ങളുടെ 2 സമരങ്ങൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വിളപ്പിൽ ജനത നടത്തിയ സമരത്തിന്റെ മറവിൽ അക്രമങ്ങളെല്ലാം സംഘടിപ്പിച്ച് വിളപ്പിൽ പഞ്ചായത്ത് മെമ്പർമാരാണ്. ഐതിഹാസികമായൊരു സമരത്തെ ഉള്ളിൽ നിന്ന് തകർക്കാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ പഞ്ചായത്ത് മെമ്പറും ഒരു സമിതി ഉണ്ടാക്കി അവർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും അങ്ങേയറ്റം ജനങ്ങൾ അറപ്പോടെയും വെറുപ്പോടെയും ഒരു തരത്തിലൊരു പ്രതികാര മനോഭാവത്തോടുകൂടി ജനങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. മാലിന്യ പ്ലാന്റ് അന്തിമമായി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. മാർച്ച് 2 വിളപ്പിൻശാല ക്ഷേത്ര ജംഗ്ഷനിൽ നടക്കുന്ന സമരപ്രഖ്യാപന സമ്മേളനത്തോടെ പുതിയ സമരങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.